ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവൻ്റെ ആദ്യത്തെ പറക്കൽ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ലിയാം ഓഫ് ലഹേർട്ടി. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ഈ ഒരു ചെറുകഥ എഴുതിയിരിക്കുന്നത് ലിയാം ഓഫ് ലഹേർട്ടിയാണ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ. ഇത് ഒരു കുട്ടിക്കടൽക്കാക്കയുടെ കഥയാണ്. ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. അവന് പറക്കാൻ പേടിയായിരുന്നു. അതായത് ആ ഒരു കുട്ടിക്കടൽക്കാക്കക്ക് പറക്കാൻ പേടിയായിരുന്നു. അവൻ്റെ ആദ്യത്തെ പറക്കൽ അവൻ്റെ പേടിയെ, അതായത് അവൻ്റെ ഫിയർ, ഭയത്തിനെ ഓവർകം ചെയ്യുന്നത്, തരണം ചെയ്യുന്നതാണ് ഈ ഒരു കഥയുടെ ആശയമായി വരുന്നത്. ദ യങ് സീഗൾ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് സ്റ്റോറി. ഈ ഒരു കഥയുടെ പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നത് യങ് സീഗളാണ്, അതായത് ഒരു കുട്ടിക്കടൽക്കാക്കയാണ്. ദ അതർ ക്യാരക്ടേഴ്സ് ഇൻ ദി സ്റ്റോറി ആർ ഹിസ് ഫാദർ, ഹിസ് മദർ, ഹിസ് 2 brothers ആൻഡ് ഹിസ് 1 sister. ഈ ഒരു കഥയിലെ മറ്റ് കഥാപാത്രങ്ങളായി വരുന്നത് ഈ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ അച്ഛൻ, അവൻ്റെ അമ്മ, അതുപോലെ തന്നെ അവൻ്റെ 2 സഹോദരങ്ങൾ, ദെൻ അവൻ്റെ ഒരു സഹോദരി. ഇവരാണ് ഈ ഒരു കഥയിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ദ യങ് സീഗൾ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നത് ഈ ഒരു കുട്ടിക്കടൽക്കാക്കയാണ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ദിസ് യങ് സീഗൾ. ഈ ഒരു കഥ ഈ ഒരു യങ് സീഗളിൻ്റെ, ഈ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ കഥയാണ്. വെൻ ദ സ്റ്റോറി ബിഗിൻസ് ദ യങ് സീഗൾ വാസ് അലോൺ ഓൺ ദ ലെഡ്ജ്. ഈ ഒരു കഥ ആരംഭിക്കുന്ന സമയത്ത് ഈ ഒരു കുട്ടിക്കടൽക്കാക്ക വാസ് അലോൺ ഓൺ ഹിസ് ലെഡ്ജ്, അതായത് ഒരു പാറയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. ഹിസ് സിബ്ലിങ്സ്, അതായത് അവൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ഹിസ് 2 brothers ആൻഡ് 1 sister, അതായത് അവൻ്റെ കൂടെ തന്നെ വിരിഞ്ഞിട്ടുള്ള അവൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള അവൻ്റെ 2 സഹോദരങ്ങളും ഒരു സഹോദരിയും, ദേ ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ, അവർ നേരത്തെ തന്നെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ദ യങ് സീഗൾ വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. പക്ഷേ ഈ ഒരു കുട്ടിക്കടൽക്കാക്കക്ക് പറക്കാൻ പേടിയായിരുന്നു. വെൻ ഹി ട്രൈഡ് ടു ഫ്ലൈ, അവൻ പറക്കാൻ ശ്രമിച്ച സമയത്ത് ഹി സോ ദ വൈഡ് സീ ബിലോ ദ ലെഡ്ജ്. ആ ഒരു പാറയുടെ അടിയിലുള്ള വിശാലമായിട്ടുള്ള കടൽ അവൻ കാണുകയാണ്. ഇത് കണ്ട സമയത്ത് അവനാകെ പേടി തോന്നുകയാണ്. ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവന് തോന്നി അവൻ അഥവാ ചാടിക്കഴിഞ്ഞാൽ, പറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവന് തോന്നിയത് കൊണ്ട് തന്നെ ഹി ഫെൽറ്റ് ഫിയർ. അവൻ എന്ത് തോന്നി? അവന് പേടി തോന്നി. സോ ഹി ഡിഡ്ന്റ് ഫ്ലൈ. അതുകൊണ്ട് തന്നെ അവൻ പറന്നില്ല. ആക്ച്വലി ഹിസ് വിങ്സ് വെയർ ലാർജർ ദാൻ ദ വിങ്സ് ഓഫ് ഹിസ് സിബ്ലിങ്സ്. ഇവൻ്റെ കൂടപ്പിറപ്പുകളായിട്ടുള്ള, ഇവൻ്റെ കൂടെ തന്നെ വിരിഞ്ഞിട്ടുള്ള ഹിസ് 2 brothers ആൻഡ് 1 sister, ഇവൻ്റെ 2 സഹോദരങ്ങൾ അതുപോലെ തന്നെ ഒരു സഹോദരി, അവരുടെ ചിറകുകളൊക്കെ വലുതായിരുന്നു ഈ ഒരു യങ് സീഗളിൻ്റെ, ഈ ഒരു കുട്ടിക്കടൽക്കാക്കയുടെ ചിറകുകൾ. ബട്ട് ഹി കുഡിൻ ഫ്ലൈ. പക്ഷേ എങ്കിലും അവന് പറക്കാൻ സാധിച്ചില്ല. ബിക്കോസ് ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. കാരണം എന്താണ്? അവന് പറക്കാൻ പേടിയായിരുന്നു. സോ ഹി വാസ് അലോൺ ഓൺ ദ ലെഡ്ജ്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു പാറയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. ഹിസ് 2 brothers ആൻഡ് 1 sister, ദേ ഹാവ് ഓൾറെഡി ഫ്ലോൺ അവേ. അവൻ്റെ 2 സഹോദരങ്ങളും ഒരു സഹോദരിയും എല്ലാം നേരത്തെ തന്നെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. ഹിസ് പേരൻസ് ഹാഡ് കോൾഡ് ഹിം. അവൻ്റെ രക്ഷിതാക്കൾ ഹാഡ് കോൾഡ് ഹിം, അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്കോൾഡഡ് ഹിം, ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈവൻ ത്രട്ടൺ ഹിം ദാറ്റ് ലെറ്റ് ഹിം സ്റ്റാർ ഇഫ് ഹി ഡിഡ്ന്റ് ഫ്ലൈ. അവൻ പറന്നിട്ടില്ല എങ്കിൽ, പറക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, പറക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ അവർ അവനെ പട്ടിണിക്കിടും എന്ന് പോലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അവന് പറക്കാൻ സാധിച്ചില്ല. ബിക്കോസ് ഹി വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. കാരണം എന്താണ്? അവന് പറക്കാൻ പേടിയായിരുന്നു. ഹിസ് പ്രോബ്ലം വാസ് ഫിയർ. അവൻ്റെ പ്രശ്നം എന്തായിരുന്നു? ഫിയർ, പേടിയായിരുന്നു. ആൻഡ് ലാക്ക് ഓഫ് കറേജ്, അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിൻ്റെ, ധൈര്യത്തിൻ്റെ കുറവായിരുന്നു. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിൻ്റെ കുറവായിരുന്നു. വെൻ ഹി ലുക്ക്ഡ് അറ്റ് ഹിസ് പാരൻസ്, അവൻ്റെ രക്ഷിതാക്കളെ നോക്കിയ സമയത്ത് ദേ വെർ ടീച്ചിങ് ഹിസ് സിബ്ലിങ്സ്. അവർ അവൻ്റെ സഹോദരങ്ങൾ, അതായത് അവൻ്റെ കൂടപ്പിറപ്പുകളെ പഠിപ്പിക്കുകയായിരുന്നു. ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കലിൻ്റെ കല പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഹൗ ടു ഫ്ലൈ, എങ്ങനെ പറക്കാം. ഹൗ ടു ക്യാച്ച് എ ഫിഷ്, എങ്ങനെ ഒരു മത്സ്യത്തെ പിടിക്കാം എന്നൊക്കെ അവൻ്റെ രക്ഷിതാക്കൾ അവൻ്റെ കൂടപ്പിറപ്പുകളെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് അവൻ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ അവരെ നോക്കിയ സമയത്ത് കാണുന്നത്. ഹി ഈവൻ സോ വൺ ഓഫ് ഹിസ് ബ്രദേഴ്സ് ഗെറ്റ്സ് എ ഫിഷ്. അവൻ്റെ ഒരു സഹോദരന് മത്സ്യത്തെ, ഒരു ഇരയെ കിട്ടുന്നത് പോലും അവൻ കണ്ടു. ദിസ് ടൈം ഹിസ് പാരൻസ് വെയർ വെരി ഹാപ്പി ആൻഡ് ദേ അപ്രീഷിയേറ്റഡ് ഹിസ് ബ്രദർ. അവൻ്റെ സഹോദരന് ഒരു മത്സ്യത്തെ, ഒരു ഇരയെ കിട്ടിയ സമയത്ത് അവൻ്റെ രക്ഷിതാക്കൾ വെർ ഹാപ്പി, വളരെ സന്തോഷവാന്മാരായിരുന്നു. ആൻഡ് ദേ അപ്രീഷിയേറ്റഡ് ഹിം, അവർ അവനെ അഭിനന്ദിക്കുകയും ചെയ്തു. ദിസ് ടൈം ദ യങ് സീഗൾ വാസ് വെരി ഹംഗ്രി. ഈ ഒരു സമയത്ത് ഈ ഒരു യങ് സീഗൾ, ഈ ഒരു കുട്ടിക്കടൽക്കാക്ക് വളരെ ഹംഗ്രി, വിശപ്പ് തോന്നി. ബിക്കോസ് ഹി ഹാഡിൻറ്റ് ഈറ്റൻ എനിത്തിങ് സിൻസ് ലാസ്റ്റ് നൈറ്റ്. കാരണം എന്താണ്? അവസാന രാത്രി മുതൽ ഇതുവരെ അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഹി വാസ് വെരി ഹംഗ്രി. അതുകൊണ്ട് തന്നെ അവന് വളരെയധികം ഹംഗ്രി, വിശപ്പ് തോന്നി. സോ ഹി സെർച്ച്ഡ് ഫോർ ഫുഡ്. അവൻ ഭക്ഷണത്തിന് വേണ്ടി തിരഞ്ഞു. ഹി ഗോട്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്രൈൽസ് ടെയിൽ. ഈ ഒരു ഭക്ഷണത്തിന് വേണ്ടി തിരയുന്ന സമയത്ത് അവൻ എന്ത് കിട്ടി? ഈ ഡ്രൈഡ് പീസ് ഓഫ് മാക്രൈൽസ് ടെയിൽ. മാക്രൈൽ എന്നാൽ ഉണങ്ങിയ അയലയുടെ ഒരു വാലിൻ്റെ കഷ്ണം കിട്ടി. ആൻഡ് ഡ്രൈഡ് പീസ് ഓഫ് എഗ്ഷെൽ ഫ്രം ഹിസ് നെസ്റ്റ്. അതുപോലെ തന്നെ അവൻ്റെ കൂട്ടിൽ സെർച്ച് ചെയ്ത സമയത്ത്, അവന് ഭക്ഷണത്തിന് വേണ്ടി തിരഞ്ഞ സമയത്ത് അവൻ്റെ കൂട്ടിൽ നിന്ന് എന്ത് കിട്ടി? എഗ്ഷെൽ, ഡ്രൈഡ് പീസ് ഓഫ് എഗ്ഷെൽ, ഉണങ്ങിയ വരണ്ട മുട്ടത്തോടും കിട്ടി. എവിടെ നിന്നാണ് കിട്ടിയത്? ഫ്രം ഹിസ് നെസ്റ്റ്, അവൻ്റെ കൂട്ടിൽ നിന്ന്. ഹി ഏറ്റ് ബോത്ത് ഫുഡ്സ്. ഈ 2 ഭക്ഷണങ്ങളും അവന് കഴിച്ചു. എന്തൊക്കെയാണ് 2 ഭക്ഷണങ്ങൾ? ഡ്രൈഡ് പീസ് ഓഫ് മാക്രൈൽ ടെയിൽ, അയലയുടെ വാലിൻ്റെ ഉണങ്ങിയ കഷ്ണങ്ങൾ. അതുപോലെ തന്നെ ഡ്രൈഡ് പീസ് ഓഫ് എഗ്ഷെൽ, ഉണങ്ങിയ വരണ്ട എഗ്ഷെൽ, മുട്ടത്തോടുകൾ. ഫ്രം ഹിസ് നെസ്റ്റ്, എവിടെ നിന്ന് കിട്ടിയതാണ്? അവൻ്റെ കൂട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു എഗ്ഷെൽ, മുട്ടത്തോടുകളും അവന് ഭക്ഷിച്ചു. കാരണം എന്താണ്? ഹി വാസ് വെരി ഹംഗ്രി. അവൻ എത്രത്തോളം ഹംഗ്രി, വിശപ്പായിരുന്നു.
ഈറ്റിംഗ് ദ എഗ് ഷെൽ ഫ്രം ഹിസ് നെസ്റ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് പാർട്ട് ഓഫ് ഹിംസെൽഫ്. അവൻ്റെ കൂട്ടിൽ നിന്ന് തന്നെ കിട്ടിയ മുട്ടത്തോടുകൾ കഴിക്കുന്നത് അവൻ്റെ തന്നെ ഭാഗം ഭക്ഷിക്കുന്നത് പോലെയായിരുന്നു. ബിക്കോസ് ദാറ്റ് വാസ് വൺസ് ദ പാർട്ട് ഓഫ് ഹിംസെൽഫ്. കാരണം എന്താണ്, ഈ ഒരു മുട്ടത്തോടുകൾ ഒരിക്കൽ അവൻ്റെ തന്നെ ഭാഗമായിരുന്നു. ഹി ഡിഡിൻറ്റ് ഗെറ്റ് എനിത്തിങ് ടു ഈറ്റ് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം ഭക്ഷിക്കാൻ ഒന്നും അവന് കിട്ടിയില്ല. സോ ഹി വാസ് ഹംഗ്രി. അതുകൊണ്ട് തന്നെ അവൻ എന്ത് തോന്നി, വിശപ്പ് തോന്നുകയാണ്. ആൻഡ് ഹി ട്രൈ ടു ടേക്ക് ദ നോട്ടീസ് ഓഫ് ഹിസ് പാരൻസ്. അതുകൊണ്ട് തന്നെ അവൻ എന്തിനു ശ്രമിക്കുകയാണ്, അവൻ്റെ രക്ഷിതാക്കളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവന് ശ്രമിക്കുകയാണ്. ഹി സ്റ്റുഡ് ഓൺ വൺ ലെഗ്. അവൻ ഒറ്റ കാലിൽ നിന്നു. ക്ലോസ്ഡ് ഐസ്, കണ്ണുകൾ അടച്ചു. ആൻഡ് ആക്റ്റഡ് ലൈക്ക് സ്ലീപ്പിംഗ്, ഉറങ്ങുന്നത് പോലെ അല്ലെങ്കിൽ ക്ഷീണിച്ച പോലെ തന്നെ അവന് അഭിനയിക്കുകയാണ്. ബട്ട് നോ വൺ നോട്ടീസ് ഹിം എക്സെപ്റ്റ് ഹിസ് മദർ. പക്ഷേ ആരും, അവൻ്റെ രക്ഷിതാക്കൾ ആരും അല്ലെങ്കിൽ അവൻ്റെ കൂടപ്പിറപ്പുകൾ ആരും നോക്കില്ല, എക്സെപ്റ്റ് ഹിസ് മദർ. അവൻ്റെ അമ്മ മാത്രം അവനൊന്ന് നോക്കി. വെൻ ഹിസ് മദർ അണ്ടർസ്റ്റുഡ് ഹിസ് പാത്തറ്റിക് കണ്ടീഷൻ, അവൻ്റെ ഇങ്ങനെയുള്ള വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ കണ്ട സമയത്ത് അവൻ്റെ അമ്മ ഷി ഡിസൈഡഡ് ടു പ്ലേ എ ട്രിക്ക് ടു മേക്ക് ഹിം ഫ്ലൈ. അവനെ പറപ്പിക്കാൻ വേണ്ടി അവൻ്റെ അമ്മ ഒരു ട്രിക്ക് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഹിസ് മദർ പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് ഫ്ലൂ ടുവാർഡ്സ് ഹിം. അവൻ്റെ അമ്മ എന്ത് ചെയ്തു, ഒരു മത്സ്യത്തിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു. ദ യങ് സീഗൾ വാസ് വെരി ഹാപ്പി ടു സീ ഇറ്റ്. ഇത് കണ്ട സമയത്ത് ഈ ഒരു കുട്ടി കടൽക്കാക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം എന്താണ്, അവൻ്റെ അമ്മ ഒരു മത്സ്യത്തിൻ്റെ കഷ്ണമായി അവൻ്റെ അടുത്തേക്ക് പറന്നു വരികയാണ്. ഹി റാൻ ടുവാർഡ്സ് ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. ഈ ഒരു പാറയുടെ അറ്റത്തേക്ക് അവന് നീങ്ങി. എന്തിനു വേണ്ടി, ടു ഗെറ്റ് ദ ഫിഷ്. ആ ഒരു മത്സ്യം, അവൻ്റെ അമ്മ കൊണ്ടുവരുന്ന ഒരു മത്സ്യം പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടി. കാരണം ഹി വാസ് വെരി ഹംഗ്രി. കാരണം എന്താണ്, അവന് വളരെയധികം ഹംഗ്രി, വിശപ്പായിരുന്നു. ബട്ട് വെൻ ഹിസ് മദർസ് റീച്ച് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഹിം. പക്ഷേ അവൻ്റെ അമ്മ പറന്ന് ജസ്റ്റ് അവൻ്റെ ഓപ്പോസിറ്റ് അടുത്തെത്തിയ സമയത്ത് ഷീ സ്റ്റോപ്പ് ദെയർ. അവൻ്റെ അമ്മ അവിടെ നിന്നു. ആ ഒരു വായുവിൽ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബിക്കോസ് ഓഫ് ദ ഹങ്കർ ദ യങ് സീഗൾ അൺനോയിങ്ലി ജംപ് ടുവാർഡ്സ് ദ ഫിഷ്. ഈ ഒരു വിശപ്പ് കാരണം ബാക്കിയെല്ലാം മറന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു യങ് സീഗളിൽ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക്, വായുവിൽ ഇങ്ങനെ നിൽക്കുന്ന അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചാടുകയാണ്. ടു ഗെറ്റ് ദ ഫിഷ്. എന്തിനു വേണ്ടി, ആ ഒരു മത്സ്യത്തെ കിട്ടാൻ വേണ്ടി. ബിക്കോസ് ഹി വാസ് വെരി ഹംഗ്രി. കാരണം എന്താണ്, അവനെ വളരെയധികം വിശപ്പായിരുന്നു. ഫസ്റ്റ് ഹി ഫെൽ ഡൗൺവാർഡ്സ്. ആദ്യം തന്നെ അവൻ അങ്ങോട്ട് വീണു, ഡൗൺവാർഡ്സ്, താഴോട്ട് വീണു. ഹി ഫെൽറ്റ് ഫിയർ. അവൻ എന്ത് തോന്നി, പേടി തോന്നി. ബട്ട് then he flapped his wings, or then he tried to flap his wings. അവൻ്റെ ചിറകുകൾ അടിക്കാൻ അവന് ശ്രമിക്കുകയാണ്. ആൻഡ് അണ്ടർസ്റ്റുഡ് they can carry him. അവന് മനസ്സിലായി അവൻ്റെ ചിറകുകൾക്ക് അവനെ ക്യാരി ചെയ്യാൻ സാധിക്കും, സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് അവന് മനസ്സിലാക്കുകയാണ്. സോ he flapped his wings and he learned to fly. അതുകൊണ്ട് തന്നെ അവൻ പറക്കാൻ ശ്രമിക്കുകയാണ്. and learn to fly, പറക്കാൻ പഠിക്കുകയാണ്. This is the story of the young seagull. ഇതാണ് ഈ ഒരു കുട്ടി കടൽക്കാക്കയുടെ കഥയായിട്ട് വരുന്നത്. With the help of his mother, the young seagull learned to fly. അവൻ്റെ അമ്മയുടെ സഹായത്തോടു കൂടി ഈ ഒരു കുട്ടി കടൽക്കാക്ക പറക്കാൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയുടെ സമ്മറിയായി വരുന്നത്.